നദ്വേഷ്ട്യകുശലം കർമ്മ കുശലേ നാനുഷജ്ജത്തെ ത്യാഗീ സമാവിഷ്ടഃ മേധാവി ഛിന്ന സംശയഃ. ത്യാഗി, കഴിഞ്ഞ 3 ശ്ലോകങ്ങളെന്ന് പറയുന്നത് ആ ത്യാഗത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ താമസം, രാജസം, സാത്വികം, ഈ 3 എണ്ണമാണ് കഴിഞ്ഞ 3 ശ്ലോകങ്ങൾ പറഞ്ഞത്. താമസ ത്യാഗം, രാജസ ത്യാഗം, സാത്വിക ത്യാഗം. ഇതിൽ സാത്വിക ത്യാഗത്തിന് പറയുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാം, സംഘം ത്യക്ത്വാ ഫലം ചൈവ. സംഘവും ഫലവും ഉപേക്ഷിച്ചിട്ട് കർമ്മം ചെയ്യുന്നതാണ് സാത്വിക ത്യാഗം എന്നുള്ളത്. കർമ്മത്തെ തന്നെ ഉപേക്ഷിക്കലാണ് താമസവും രാജസവുമായ ത്യാഗം. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ സാത്വിക ത്യാഗത്തിനെ സംബന്ധിച്ചിട്ടാണ് ഈ പറയുന്നത് എങ്ങനെയാണ് സാത്വിക ത്യാഗം എന്ന് പറയുന്നത് ചെയ്യുന്നത്. നദ്വേഷ്ട്യകുശലം കർമ്മ കുശലേ നാനുഷജ്ജത്തെ ത്യാഗീ സത്വസമാവിഷ്ടഃ മേധാവി ഛിന്ന സംശയഃ. നദ്വേഷ്ടി, ദ്വേഷിക്കുന്നില്ല. അകുശലം കർമ്മ, അകുശലം അശോഭനം, കുശലമല്ലാത്ത ശോഭനമല്ലാത്തതായ കർമ്മ, കാര്യം ചെയ്യേണ്ടത് ശോഭനമല്ലാത്തത് വന്നാൽ നദ്വേഷ്ടി, അതിനോട് ദ്വേഷ്യം കാണിക്കുന്നില്ല, അതിനെ തള്ളിക്കളയുന്നില്ല എന്ന്. അത് ഈ ഏത് കർമ്മവും വന്നാലെന്നുള്ളതല്ല, കാര്യമായിട്ടുള്ളതായിരിക്കണം. അതായത് ചെയ്യേണ്ടതായ കർമ്മം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു സാത്വികനാണ് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ചെയ്യണം, ആരെന്ത് കൊടുത്താലും കഴിക്കണം, ആരെന്ത് പറഞ്ഞാലും സഹിക്കണം, ഇങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മൾ ഈ കാര്യം, ധർമ്മ തുടങ്ങിയിട്ടുള്ള വാക്കുകൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നതായ ആ സ്ഥാനത്ത്, കാലത്ത്, ദേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്ന വിധത്തിൽ നിയതം കർമ്മ, ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ. പറ്റുന്ന അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വന്നാലും സഹിക്കുക, അതാണ് ധർമ്മം, ഇങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ഭക്തനാണെങ്കിൽ അങ്ങനെ ചെയ്യണം, സഹിക്കണം, എന്ത് അക്രമം ഉണ്ടായാലും പീഡനം ഉണ്ടായാലും സഹിക്കണം, അത് ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഇത് സഹിക്കൽ എന്ന് പറയുന്നത് സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളെല്ലാം വരുത്തണം, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും അതിൻ്റെ ഏതെങ്കിലും ഒരു ശ്ലോകമല്ല പ്രമാണം. ഒരു ശ്ലോകത്തിനെ പ്രമാണമാക്കണമെന്നുണ്ടെങ്കിൽ ആ ശ്ലോകം, പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നതാണ് നമുക്ക് പ്രമാണം എന്ന് പറയുന്നത്. ഒരു ശ്ലോകത്തിനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൂടെ ഒരു വലിയ ദർശനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ കാണണം. അതാണ് എടുത്തിയാടിയൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ത്യാഗം എന്ന് കേട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ഈ എല്ലാം ഉപേക്ഷിച്ചിട്ട് കാശിക്കൊരു പോക്ക്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെയുള്ള ത്യാഗമല്ലിത്. ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദ്വേഷ്ട്യ അകുശലം കർമ്മ, ഇതാണ് ത്യാഗം. അകുശലമായിട്ടുള്ള കർമ്മം വന്നാൽ ദേഷ്യം കാണിക്കാതിരിക്കുക. പക്ഷേ ആ കർമ്മം എങ്ങനെയായിരിക്കണം? ആ കർമ്മം എന്ന് പറയുന്നത് കാര്യമായിരിക്കണം, അതായത് നിയതം കർമ്മയായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് വരത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നമ്മളെ ഡെഫിനേഷൻ ഉണ്ട്, അറിഞ്ഞിരിക്കണം. ഇതൊക്കെയുണ്ട് അതിനകത്ത്. നദ്വേഷ്ട്യ കുശല, അപ്പം ചിലപ്പം വേറൊരു ഇതുണ്ട്. അപ്പം നമുക്ക് ഇപ്പം വളരെ നമുക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ചിലപ്പോഴാണെങ്കിൽ ചില സന്ദർഭത്തിൽ ഈ നമ്മൾ കാണുന്നത്, ഇപ്പം കേരളത്തിലെ കാര്യമൊന്നും അല്ല എന്ന് വിചാരിക്കുക. വേറൊരു സ്ഥലത്തേക്ക് പോയി വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഒരുപാട് സാധന സാമഗ്രികളെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ഈ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ പലപ്പോഴും പോകുമ്പോഴൊക്കെ കാണാം, അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. വളരെ വിശാലമായിട്ട് അകത്ത് ആൾക്കാർക്ക് കയറി ഇറങ്ങി പോവുകയും ചെയ്യാം. അവിടേക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടിടുന്നു, പൂക്കളും ഇതൊക്കെ ഇടുന്നു, കുറച്ച് പേര് പാലഭിഷേകം നടത്തുന്നു, ഇങ്ങനെ ധാര കോരുന്നു, ഇങ്ങനെയൊക്കെ.
ആ ധാരയെല്ലാം ധാരയെല്ലാം നടത്തുന്നു. അതേമാതിരി അവിടെ തന്നെയാണ് ആൾക്കാർ ചവിട്ടി നിൽക്കുന്നത്. ആൾക്കാർ വരുന്നു, അവിടോട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആൾക്കാരുടെ കാല് വഴിയൊക്കെ ഒഴുകുന്നതായിട്ടുള്ളതൊക്കെ ഒരു പാത്രത്തിൽ ശേഖരിച്ചിട്ട് തീർത്ഥമാണെന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുക എന്ന് പറഞ്ഞ് കുടിക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ, അയ്യോ ഭഗവാന്റെ അവിടെ നിന്ന് തന്നതല്ലേ, അത് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിലേക്കേ പോകത്തുള്ളൂ, അല്ലാതെ ഈ ഉദ്ദേശിക്കുന്ന ഭക്തിയിലേക്ക് എന്നുള്ളതല്ല. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ അത് ചിലത് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ വെച്ച് എന്ത് തന്നാലും സ്വീകരിക്കണം, ആ മാതിരിയുള്ള ബുദ്ധിയൊന്നും എടുക്കരുത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. എന്ത് കഴിക്കണം, ഭക്ഷ്യം ഏത്, അഭക്ഷ്യം ഏത്, തീർത്ഥമേത്, തീർത്ഥമല്ലാത്തത് ഏത്. ഇപ്പം ഈ വിഗ്രഹത്തിൽ നിന്ന് വന്നു അതുകൊണ്ട് അതെല്ലാം സ്വീകരിക്കണം, ഈ മാതിരിയുള്ള ബുദ്ധിയൊന്നും വെച്ചേക്കേണ്ട കാര്യമില്ല. കാരണം അതല്ല ഇവിടുത്തെ ലക്ഷ്യം. വിഗ്രഹത്തിൽ നിന്ന് വന്നു എന്നുള്ളതുകൊണ്ട് വിഗ്രഹത്തിൻ്റെ ശക്തി ഈ വെള്ളത്തിൽ കൂടി ഇങ്ങ് വരികയെന്നോ അല്ലെങ്കിൽ പൂക്കളിൽ കൂടി ഇങ്ങ് വരികയെന്നോ ഒന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് നമ്മൾ അതിൻ്റെ കൂട്ടത്തെ അനുകൂലിച്ചങ്ങ് പോവുക ഉള്ളതല്ലാതെ അതിൻ്റെ ഇപ്പം കുടിക്കാൻ തന്നാൽ കുടിക്കണമെന്നും കഴിക്കാൻ തന്നാൽ കഴിക്കണമെന്നുമുള്ള നിർബന്ധം കാണിക്കണ്ട എന്നുള്ളത്. അപ്പോൾ അത് കുറച്ചുള്ള പുണ്യം മതി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു 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 ബുദ്ധി, ചുരുക്കത്തിൽ അങ്ങനെ പറയാം, ബുദ്ധി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് താമസ ബുദ്ധിയും രാജസ ബുദ്ധിയൊക്കെ ആയിപ്പോകും. സാത്വിക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ നിയതം കർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ അസ്ഥാനത്ത് കയറി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളുടെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പോലും ചെയ്യരുത്. അവിടെയാണ് അതിൻ്റെ സാത്വികത നിൽക്കുന്നത്. അല്ലാതെ ഇതെന്താ അകുശലം കർമ്മമാണ്, പക്ഷേ ഞാനത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. എന്നിട്ട് ഈ പുരാണ കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ആ കഥകളിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, അങ്ങനെ ചെയ്തപ്പോഴാണല്ലോ അവർക്ക് പുണ്യം കിട്ടിയത്, അല്ലെങ്കിൽ അപ്പോഴാണല്ലോ ഉടലോടുകൂടി സ്വർഗത്ത് പോകാൻ പറ്റിയത്. അത് പുരാണ കാലത്തല്ലേ സംഭവിച്ചത്. പുരാണ കാലത്തിലെ കാര്യം പുരാണ കാലത്തിൽ മാത്രം നിർത്തിയാൽ മതി, അത് കലികാലത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ ഈ വ്യവഹാര ലോകത്തിനെ പരിത്യജിച്ചിട്ടുള്ള ഒരു ആധ്യാത്മികതയല്ല. വ്യവഹാര ലോകത്തിന് വ്യവഹാര ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പരിതസ്ഥിതി, ഈ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ധർമ്മം എന്താണെന്നൊക്കെയുള്ളത് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ആധ്യാത്മികത തന്നെ മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വെറുതെ അപകടത്തിൽ പോയി ചാടരുത്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആധ്യാത്മികത ആയിരിക്കരുത് എന്നുള്ളത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ട് ആധ്യാത്മികത നമ്മൾ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർ വിചാരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആധ്യാത്മികതയല്ല. ഇത് അവനവൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആധ്യാത്മികത. അത് മറ്റുള്ളവരുടെ മാർക്കിനെ അനുസരിച്ച് വിലയിടലിനനുസരിച്ച് നിൽക്കുന്നതല്ല. അവരെന്ത് വേണേലും വിചാരിക്കട്ടെ. കാരണം അവരല്ല നമ്മളെ ആധ്യാത്മികതയ്ക്ക് മാർഗദർശിയും അവരല്ല, നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തരുന്നതും അവരല്ല, നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുന്നതും അവരൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഈ മാർക്കിടാൻ ഇവരാരാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലർ നമ്മുടെ മുന്നേ നടക്കുന്നു, ചിലർ നമ്മുടെ സൈഡിൽ കൂടെ നടക്കുന്നു, ചിലർ നമ്മുടെ പുറകെ കൂടെ നടക്കുന്നു. അത് പുറകെ നടക്കുന്നവൻ നമ്മൾ തള്ളിക്കൊണ്ട് വരുന്നതെന്നോ അല്ലെങ്കിൽ സൈഡിൽ നടക്കുന്നവൻ നമ്മുടെ കൈ പിടിക്കാൻ നിൽക്കുകയാണെന്നോ മുന്നേ നടക്കുന്നവൻ നമുക്ക് വഴികാട്ടിയാണോ എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം ഇതെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയത്തുള്ളൂ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ സ്വരാട്ട് സമ്രാട്ട് എന്നൊക്കെ പറയുന്നത്. സ്വരാട്ടാണ് സമ്രാട്ടാകുന്നത്. സ്വരാജ്യം എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം. അല്ലാതെ വല്ലവരുടെയും രാജ്യത്തിലെ പോയിട്ട് ആളാവാൻ നിൽക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ ലോകത്തിൽ ചക്രവർത്തിയായിട്ട് നിൽക്കുക. നദ്വേഷ്ടി അകുശലം കർമ്മ. അപ്പോൾ ആ ഒരു കുശലം കർമ്മ അകുശലം കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം എന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നദ്വേഷ്ടി അകുശലം കർമ്മ കുശലേനാനുഷജ്ജത്തെ. അപ്പോൾ നമുക്ക് അനിഷ്ടകരമായിട്ടുള്ള കർമ്മമാണ് ഇത് ധർമ്മമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ അതിനകത്ത് അനിഷ്ടം കാണിക്കരുത്. ഇപ്പം അതപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന്.
പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മളെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ അത് മറ്റുള്ളവരെ കൂടെ ബാധിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിനാണെങ്കിൽ നമ്മൾ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, അവർക്ക് അത്യാവശ്യമായിട്ട് രക്തം വേണം, 1-2 കുപ്പി രക്തം വേണം. ഉടനെ നമ്മൾ വിളിച്ച് പറഞ്ഞു, അതിനെന്താ ഞാൻ വന്നോളാം, എത്ര മണിക്കാണ് വേണ്ടത്, അപ്പോൾ ഇന്ന് 10 മണിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ വരാം, വേറെ ആരോടും അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മൾ അതങ്ങ് ഏറ്റെടുത്തതിന് ശേഷമാണ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊരു ബോധോദയം വന്നത്. അല്ല, ഇന്ന് പോണോ വേണ്ടയോ. അപ്പം നമ്മൾ പതുക്കെ അവരെ എവിടുന്നെങ്കിലും കണ്ടെത്തിക്കോളൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലല്ലേ, ബ്ലഡ് ബാങ്ക് ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്ന് പറഞ്ഞിട്ട് നമ്മളത് നീട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം പിന്നീട് സമയമാകുമ്പോൾ നമ്മളവിടെ എത്തുന്നില്ല. അപ്പോൾ ഇതാണ് ഈ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. അപ്പോൾ ഇതാണ് നമുക്ക് ബ്ലഡ് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം പിന്നീട് നമുക്കതിനകത്ത് ഇതൊരു അകുശലം കർമ്മം എന്ന് പറയുന്നത് നമുക്കിഷ്ടമല്ലാത്തത് എന്നുള്ളൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ അത് മുൻകൂട്ടി ആലോചിക്കണം. അപ്പോൾ തന്നെ അതിന് വേണ്ട പരിഹാരം കാണണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഇതിന് സമാനം, ഇതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതേമാതിരി ഈ മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് സൃഷ്ടിച്ചു കൊടുക്കരുത്. ഈ അകുശലം കർമ്മങ്ങൾ കുശലേ നാനുഷജ്ജതേ, അതേമാതിരി എപ്പോഴും പ്രീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നിടത്ത് മാത്രം നമ്മൾ പോവുക. എപ്പോഴും നമ്മൾ ചെല്ലുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ പൂജിച്ചുകൊണ്ടിരിക്കണം, നമ്മളിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. അവരുടെ പ്രശംസ ഇന്നലെ ആദ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ ഉടനെ എല്ലാവരും നല്ല ഇതായിരിക്കുമല്ലോ, നമ്മുടെ സ്നേഹത്തോടു കൂടിയിട്ട് ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് കാണും. അപ്പോൾ ഇപ്പോൾ ഒരു ഹാളിലേക്ക് ഒരു കൂട്ടം ആൾക്കാരിൽ ഇപ്പോൾ വരുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവർ ആദ്യം ഇങ്ങോട്ട് കയറി വരുന്ന ആളിനെ അവിടെ തന്നെ മാലയിട്ടു, അങ്ങനെ സ്വീകരിച്ചു, മാലയിട്ടില്ല അല്ലെങ്കിൽ കൈ കൊടുത്ത് സ്വീകരിച്ച് ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ട് പോയി, നമുക്ക് സന്തോഷവുമായി. അപ്പം കുറച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങേണ്ടി വന്നു, ഹാളിലേക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങിയതിന് ശേഷം വീണ്ടും കയറുമ്പോൾ ഉടൻ തന്നെ നമ്മൾ വിചാരിക്കണം, ഇനിയിപ്പോൾ ഇപ്പോഴും തന്നെ ഇങ്ങനെ കൈ കൊടുത്ത് ഇതോടുകൂടിയിട്ട് സ്വീകരിച്ച് വിശിഷ്ട വ്യക്തിയായിട്ട് സ്വീകരിച്ചു കൊണ്ടുപോകണം. പക്ഷെ അവർക്കറിയാം ഇവർ ഓൾറെഡി ഇദ്ദേഹത്തിനെ സ്വീകരിച്ചതാണ്, അതുകൊണ്ട് രണ്ടാമത്തെ പ്രാവശ്യം മൈൻഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇതാണ് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം കാണുമ്പം എന്നെ താഴ് വീണ് തൊഴണം, കാണുമ്പം എന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേറെ പണിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കുശലേ നാനുഷജ്ജത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുശലമായ കർമ്മത്തിൽ. അപ്പോൾ ഇതുപോലെ നമുക്കിഷ്ടമുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അതാണ് ഈ കുശലേ എന്ന് പറഞ്ഞത്. ഇഷ്ടമുള്ളത് മാത്രം, അതിനോട് മാത്രം സംഘം. അപ്പോൾ അത് അനുഷഞ്ജതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് സംഘം കാണിക്കാതിരിക്കൽ എന്ന്. അപ്പം ഇവിടെ ഈ രണ്ട് കാര്യം, അകുശലം വന്നു കഴിഞ്ഞാൽ ദ്വേഷം കാണിക്കുക, കുശലം വന്നു കഴിഞ്ഞാൽ സംഘം കാണിക്കുക, ഇത് രണ്ടും വേണ്ട എന്ന്. പിന്നെ എന്തായിരിക്കും വേണ്ടത്? നമ്മൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുശലവും അകുശലവും കർമ്മം എന്നുള്ളതല്ല നോക്കുന്നത്, പകരം നിയതം കർമ്മ എന്നുള്ളത് നോക്കുന്നു. കുശലം കർമ്മയെന്നോ അകുശലം കർമ്മ എന്നുള്ളതല്ല നോക്കുന്നത്, പകരം നിയതം കർമ്മ. ആ നിയതം കർമ്മ കുശലമാണേലും അകുശലമാണേലും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഈ രണ്ട് വിധത്തിലോട്ടും പോകരുത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ട് വിധത്തിലും പോകാം, പക്ഷെ പോകുന്നതിനനുസരിച്ചായിരിക്കരുത് നമ്മൾ അവിടെ ചെയ്യുന്നത്. നമ്മൾ നോക്കേണ്ടത് നിയതമാണോ അത് കാര്യമാണോ എന്നുള്ളതനുസരിച്ച് പോകണം. അപ്പോൾ ഇതുകൊണ്ട് ത്യാഗീ സത്വസമാവിഷ്ട, ഇത്യാഗീ സത്വസമാവിഷ്ട, സത്വത്തിനെ സമാവിഷ്ട, സത്വത്തോടു കൂടിയിരിക്കുന്നവനായ, സമ്യക് ആവിഷ്ട, ആവിഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ്. വിശ്വ പ്രവേശിക്കുക, ആവിശ്യ ആസമന്താത് വിശതി, അങ്ങനെ പ്രവേശിച്ചിരിക്കുന്നവൻ എന്നുള്ള സത്വം അതായത് സത്വത്താൽ സമ്പന്നനായിരിക്കുന്നവൻ, അല്ലെങ്കിൽ സാത്വിക അന്ധകരണത്തോടു കൂടിയിരിക്കുന്നവൻ, സത്വഗുണപ്രധാനനായ വ്യക്തി ആണ് അതിൻ്റെ അർത്ഥം. സത്വസമാവിഷ്ട മേധാവി. അപ്പോൾ ഇത് അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ മേധാവിയായിരിക്കണം.
കുറച്ച് ബുദ്ധി ഉണ്ടായിരിക്കണമെന്നാണ്. അല്ലാതെ കേട്ട് കഴിഞ്ഞാൽ അത് കുത്തടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുത്തുന്ന, എവിടെ കുത്തുന്നു, എന്ത് കുത്തുന്നു, എന്തെടുത്ത് കുത്തുന്നു ഒന്നും ആലോചിക്കുന്നില്ല. കൈ കിട്ടുന്നത് കൊണ്ട് കാണുന്നിടത്ത് കുത്തുക എന്നുള്ള ആ ബുദ്ധിയിലോട്ട് പോകുന്നവനെ മേധാവി എന്ന് പറയത്തില്ല. മേധാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി ചെയ്യുന്നതല്ല. ഇന്ന് പറഞ്ഞിട്ട് നാളെ പോയി ചെയ്തു കഴിഞ്ഞാലും അത് ഈ മേധാവിയല്ല എന്ന് സാരം. മേധാവി. പിന്നെ ചിഹ്ന സംശയ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് എടുക്കണം. കാരണം സംശയങ്ങളെല്ലാം പോയവനായിരിക്കണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവത്തുള്ളൂ. സംശയങ്ങൾ എന്തിലാണ് പോകേണ്ടത്? ധർമ്മ വിഷയത്തിൽ സംശയങ്ങൾ പോയിരിക്കണം. അത് ലക്ഷ്യം, പുരുഷാർത്ഥ നിശ്ചയം ഉണ്ടായിരിക്കണം. പിന്നെ ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതവ്യം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും പറയുമല്ലോ, അറിയേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ടുണ്ടായിരിക്കണം. മാർഗം എന്താണെന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ടുണ്ടായിരിക്കണം. കിട്ടുന്നത് എന്താണെന്നുള്ളതും വ്യക്തമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ചിഹ്ന സംശയ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സംശയം ഉണ്ടാവണം, എന്നാലല്ലേ പിന്നെ ചിഹ്ന സംശയനാവത്തുള്ളൂ. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയതേ. അവൻ വീണ്ടും ഭഗവാൻ, അപ്പോൾ ആരാണ് ത്യാഗി എന്ന് പറയുന്നത്? എന്താണ് കർമ്മത്തിൻ്റെ ത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരാൾ പറയുകയാണെന്ന് വിചാരിച്ചു, ഞാൻ സർവകർമ്മങ്ങളും ത്യജിച്ചിട്ടിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്നത് കള്ളമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന കള്ളമാണ്, അത്രയേ ഉള്ളൂ, ഒറ്റ വാക്ക്. എല്ലാം ത്യജിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം എല്ലാം ത്യജിക്കുന്നില്ല. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭോഗമായിട്ട് എടുത്തോളൂ, ഞാൻ ഭോഗങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, കർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാലോ ഭഗവാൻ പറയും കള്ളമാണെന്ന്. എന്താ കാര്യം? നഹി ദേഹഭൃതാശക്യം ത്യക്തും കർമാണ്യശേഷത എന്ന്. അതുകൊണ്ടാണ് കള്ളം എന്ന് പറയുന്നത്. ദേഹഭൃത, ദേഹത്തെ ധരിക്കുന്നവരാൽ, ദേഹധാരകന്മാരെയാണ് ദേഹഭൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദേഹം ബിഭർത്തി എന്ന്, അതങ്ങനെയാണ് ദേഹഭർത്ത, ദേഹഭൃത എന്നുള്ളത് പറഞ്ഞു. ബിഭർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ദേഹത്തെ ധരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദേഹത്തോട് കൂടിയവൻ എന്നർത്ഥം. ദേഹധാരി നമ്മൾ പറയത്തില്ല, ദേഹവാൻ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് വാക്ക്. ദേഹഭൃത സമം ദേഹവാൻ, ദേഹമുള്ളവൻ അവൻ. നഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷത, അശേഷത കർമാണി ത്യക്തും ദേഹഭൃത ന ശക്യം എന്ന്. കർമ്മങ്ങൾ സമ്പൂർണമായിട്ടും ത്യജിക്കുവാൻ ദേഹവാന് സാധ്യമല്ല, ദേഹമുള്ളവന് സാധ്യമല്ല എന്ന്. അപ്പം ചുരുക്കത്തിൽ കർമ്മങ്ങൾ മുഴുവൻ ഞാൻ ത്യജിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദുരിതമുള്ള ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ത്യജിച്ചു എന്ന് മാത്രമേ അർത്ഥമാക്കേണ്ടതുള്ളൂ. അല്ലാതെ അതിനകത്ത് വെറുതെ കയറിയിട്ട് സമ്പൂർണ്ണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. യസ്തു കർമ്മ ഫലത്യാഗി സത്യാഗീത്യഭിധീയതേ. അപ്പം കർമ്മങ്ങൾ ത്യജിക്കുന്നവനെ അല്ല ഭഗവാൻ ത്യാഗി എന്ന് പറയുന്നത്. പകരം യഹാത്തു, യാതൊരുവനാവട്ടെ, യസ്തു യഹാത്തു, യാതൊരുവനാകട്ടെ, കർമ്മഫല ത്യാഗി, യാതൊരുവനാകട്ടെ കർമ്മഫലത്തെ ത്യജിച്ചവനാകുന്നു, സത്യാഗി, അവനാണ് ത്യാഗി, ഇതി അഭിധീയതേ എന്ന് പറയുന്നു. കർമ്മഫലത്യാഗമാണ് ഇവിടുത്തെ ത്യാഗം. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണ ഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. ത്യാഗിനാം, സന്യാസിനാം, രണ്ട് വാക്കുകൾ. അത്യാഗിന, ത്യാഗിനാം, സന്യാസിനാം, പിന്നെ അത്യാഗിന. ഈ മൂന്ന് വാക്കുകളിലെ ത്യാഗി എന്ന് പറയുന്നതും സന്യാസി എന്ന് പറയുന്നതും ഭഗവാൻ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഈ ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ത്യാഗേ എന്ന ദ്വിവചനം മുന്നൊരു ശ്ലോകത്തിൽ പറഞ്ഞത്. അവിടെ ദ്വിവചനത്തിൽ പ്രയോഗിച്ചു ത്യാഗ ത്യാഗേ, ത്യാഗം ത്യാഗേ എന്നുള്ള, ത്യാഗം ത്യാഗേ എന്നുള്ള രീതിയിലാണ്. അല്ലെങ്കിൽ ത്യാഗ ത്യാഗേ ആയിരിക്കും അല്ലേ, ത്യാഗ ത്യാഗവും അല്ലേ, ത്യാഗം ത്യാഗേരി. ഇവിടെ എന്തായാലും നമ്മൾ കണ്ടത് ത്യാഗം, എവിടെയോ എടുക്കുന്നുണ്ട്, മുന്നൊരു ശ്ലോകത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട് ത്യാഗി എന്നുള്ളത്.
അനിഷ്ടം. അപ്പോൾ ഈ കർമ്മണഹ ഫലം, കർമ്മത്തിൻ്റെ ഫലം അനിഷ്ടം, ഇഷ്ടം, മിശ്രം, ഈ 3 തരത്തിലാണ് കർമ്മഫലം വരുന്നത്. അപ്പോൾ ഈ 3 വിധത്തിൽ കർമ്മഫലം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഇഷ്ടമായത്, 2 നമുക്ക് ഇഷ്ടമല്ലാത്തത്. അപ്പം കർമ്മഫലം എന്ന് പറഞ്ഞാൽ അനിഷ്ടം വരിക എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് അതൊരു ദുരിതം വരുമ്പോഴാണല്ലോ അനിഷ്ടം വരുന്നത്. സുഖം നൽകുന്നത് നമുക്ക് അനിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദുരിതവും കൂടെ, കർമ്മഫലം ദുരിതമായിട്ടും വരാം. പിന്നെ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമുക്കത് അതൊരു പുണ്യമായിട്ട് എന്നുള്ള രീതിയിൽ സുഖപ്രദായകമായിട്ടും വരാം. അപ്പോൾ സുഖപ്രദം, ദുഃഖപ്രദം എന്ന് പറയുന്ന ഈ 2 എണ്ണം, ദുഃഖം നൽകുന്നതുമാവാം സുഖം നൽകുന്നതുമാവാം കർമ്മഫലം. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നമുക്ക് സുഖം കിട്ടണം എന്നുള്ളത് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പക്ഷേ ഫലം വരുമ്പോൾ അനിഷ്ടം, ഇഷ്ടം, മിശ്രം ച. അപ്പോൾ ഇതിനകത്ത് പിന്നെ മിശ്രം എന്ന് പറഞ്ഞാൽ 3ാമത്തതും കൂടെ ചേർന്നായിരിക്കാം വരുന്നത്. അതായത് ഇഷ്ടമുള്ളതും അനിഷ്ടമുള്ളതും, അല്ലെങ്കിൽ ഇഷ്ടവും അനിഷ്ടവും കൂടെ ചേർന്നതുമായിട്ടുള്ളതായിരിക്കാം വരിക എന്ന് പറയും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു വെള്ളം കുടിക്കും, ദാഹിക്കുന്നു, നല്ലോണം ദാഹിക്കുന്നു, വെള്ളം വേണം നമുക്ക്. വെള്ളം വേണം. അപ്പോൾ ഒരാൾ വെള്ളവും കൊണ്ട് വരുന്നു, വെള്ളം വേണം, വെള്ളം തന്നു, കൈ തന്നു. അപ്പോൾ അത് വെള്ളം കിട്ടി എന്നുള്ളത് ഇഷ്ടം. അപ്പം വെള്ളം കിട്ടിക്കഴിഞ്ഞപ്പോഴോ, അല്ലെ വെള്ളം കൊണ്ട് വന്ന ആളിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴോ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് അനിഷ്ടം. അപ്പോൾ ഇതാണ് 2ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മിശ്രം. അപ്പോൾ ഇതിനകത്ത് ഏതാണ് നമ്മൾ സ്വീകരിക്കുക? ഈ അനിഷ്ടം, ഇഷ്ടം, മിശ്രവും കൂടെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഈ പുണ്യവും പാപവും കൂടെ ഒരുമിച്ച് വന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് രണ്ടും കൂടെ ഈ പാലും വെള്ളവും കൂടെ ഒന്നിച്ച് വന്നതുപോലെയൊന്ന് കരുതരുത്. പാലും വെള്ളവും, പാലും വെള്ളം വേറെ തന്നെ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാവൂ. കാരണം ഇവിടെ ഇത് 2ഉം കൂടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അടിയും, ഒരു കവിളത്ത് അടിയും മറ്റേ കവിളത്ത് ഈ തലോടലും, ഇത് 2ഉം കൂടെ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ 2ഉം കൂടെ ചേർന്ന് ഒന്നാക്കാൻ പറ്റുമോ? 2ഉം കൂടെ ചേർന്ന് ഒന്നാക്കാൻ പറ്റത്തില്ല. അടിയുമാണ്, തലോടലുമാണ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് ഒരാൾ തന്നെ അടിക്കുകയും അയാൾ തന്നെ തലോടുകയും ചെയ്തു കഴിഞ്ഞാൽ, എന്നാലും തലോടലും തല്ലലുമാണ്. അപ്പോൾ ഇത് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കാണാം, ഈ മിശ്രം എന്നുള്ള വാക്കും കൂടെ ചേർന്ന് കഴിയുമ്പം എന്താണ്, സുഖവും ദുഃഖവും കൂടെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ദുഃഖത്തിൻ്റെ തീവ്രത കുറയുകയും സുഖത്തിൻ്റെയും തീവ്രത കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണോ എന്ന്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം, സുഖകരമായിട്ടുള്ളതും ദുഃഖകരമായിട്ടും തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവയുടെ ആ വരവിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് ഇത് നമുക്കിപ്പം സന്തോഷിക്കണമെന്നോ നമുക്കത് ദുഃഖിക്കണമെന്നോ നമുക്ക് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. ശരീരത്തിന് വേദനയുണ്ട്, പക്ഷേ തലോടൽ കാരണം മനസ്സിനൊരു ആശ്വാസമുണ്ട്. 2ഉം കൂടെ വരാം. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതല്ലെങ്കിൽ തലോടലിൽ നമുക്കൊരു സുഖമുണ്ട്, പക്ഷേ അടിയിൽ നമുക്ക് മാനസികമായി, അടി നമുക്ക് ശരീരത്തിന് വേദന നൽകിയില്ലെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് വന്നു. അപ്പോൾ ഇത് ആദ്യം ഏത് വരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യം തലോടൽ വന്നതിൻ്റെ കൂട്ടത്തിലൊരു അടിയും കൂടാണ് വരുന്നതെന്നുണ്ടെങ്കിലോ അപ്പം കൂടുതൽ പ്രബലമായിട്ട് വരുന്നത് 2ാമത്തേതായിരിക്കും. ആദ്യം ഒരു അടി വന്നതിന് ശേഷം പിന്നീട് ഉടനെ ഒരു തലോടൽ കിട്ടിക്കഴിഞ്ഞാലോ 2ാമത്തെ തലോടലായിരിക്കും നമുക്ക് ചിലപ്പോൾ മുഖ്യമായിട്ട് മാറുന്നത്. ഇതൊക്കെയാണ് ഈ മിശ്രം എന്ന് പറയുന്നത്. ഇതുപോലെ, ഇതല്ല അതിന് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതുപോലെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ ഇത് കർമ്മഫലം വരുമ്പോൾ അനിഷ്ടം, ഇഷ്ടം, മിശ്രം ച ത്രിവിധം, ഈ 3 വിധത്തിലെ കർമ്മണഹ ഫലം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വളരെ എന്താണ് ഇത്, നമ്മൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ആൾക്കാർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും പെരുമാറാൻ വന്നാൽ ഇതൊന്നും അനലൈസ് ചെയ്യാൻ പോകാതിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആൾക്കാരുമായിട്ട് വ്യവഹാരം ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് ആൾക്കാരുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരും. അപ്പോൾ അതിനേക്കാളും നല്ലതൊന്നും നമ്മൾ അധികം ചിന്തിക്കാൻ പോകണ്ട. കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവുക, എന്നിട്ട് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് പെരുമാറുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളിത് ബോധപൂർവം ചെയ്തത് ഇഷ്ടമാണോ അനിഷ്ടമാണോ മിശ്രമാണോ, ഇതിനകത്ത് ഫലം വന്നപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള ഇതിനെക്കുറിച്ച് ഓരോന്നിനും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കാൻ പോകേണ്ട കാര്യമില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് വ്യവഹാരം വളരെ നമ്മൾ കൂടിക്കുഴഞ്ഞ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് അത് നോർമലായിട്ട് സാധാരണ എല്ലാവരുടെയും ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മൾ അധികം ഇതിലേക്ക് വ്യവഹാരത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കി കഴിഞ്ഞാൽ അധികം നമ്മുടെ മനസ്സ് ഇതിലേക്ക് പോകേണ്ട കാര്യമില്ല.
കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത് തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയം, അതായത് വരുന്ന കർമ്മഫലം ഇഷ്ടമെന്നും അനിഷ്ടമെന്നും മിശ്രമെന്നും പറഞ്ഞ രീതിയിൽ വരുന്നത് അത്യാഗികൾക്ക് മാത്രമേ ഉള്ളൂ. നതു സന്യാസിനാം. അപ്പോൾ ഇവിടെ ത്യാഗിനാം എന്നുള്ളതിന് പകരം ഭഗവാൻ ഉപയോഗിച്ചത് സന്യാസിനാണ്. അത് ത്യാഗികൾക്കുണ്ടാവുന്നില്ല. കാരണം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ത്യാഗീത്യഭിധീയത എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ ത്യാഗി എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ സന്യാസി എന്നുള്ള മാറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സന്യാസികൾക്ക് ഇത് ഉണ്ടാവുന്നില്ല. ഏത്? വരുന്ന കർമ്മഫലം ഇഷ്ടം അനിഷ്ടം മിശ്രം എന്നതിലേക്ക് വരുന്നില്ല. പിന്നെ ആർക്കാണ് വരുന്നത്? ഭവത്യത്യാഗിനാം പ്രേത്യ. അത്യാഗി ഭവതി അത്യാഗിനാം. അപ്പം ഭവതി പ്ലസ് അത്യാഗിനാം, അതാണ് ഭവത്യത്യാഗിനാം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർമ്മഫലത്യാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മയോഗിയാണ്. കർമ്മയോഗിക്ക് ഫലം കിട്ടുന്നു, പക്ഷേ ഫലം ഒരിക്കലും കർമ്മഫലമല്ല. കർമ്മയോഗിക്ക് കിട്ടുന്ന ഫലത്തിന് നമ്മൾ മുമ്പേ കണ്ടു പ്രസാദം എന്ന് കണ്ടു. ഭഗവത് പ്രസാദമാണ് കർമ്മഫലയോഗി. കർമ്മയോഗിക്ക് കിട്ടുന്നത് ഭഗവത് പ്രസാദമാണ് കിട്ടുന്നത്. ഭഗവത് പ്രസാദത്തിൽ അത് കർമ്മഫലത്തിൻ്റെ മിശ്രം അല്ല, അനിഷ്ടം ഇഷ്ടം എന്ന് പറയുന്ന അതിൻ്റെ വിഭാഗത്തിലല്ല പെടുന്നത്. പ്രസാദം എന്നാണ് പറയുന്നത്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ. അങ്ങനെയാണല്ലോ പോയിരിക്കുന്നത്. പ്രസാദം ഇഷ്ടം അനിഷ്ടം മിശ്രത്തിലേക്ക് വരത്തില്ല. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭോഗബുദ്ധിയിൽ പ്രസാദത്തെ ഭോഗബുദ്ധിയിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഭക്തി ആണ് പ്രസാദത്തെ ഭക്തനാണ് പ്രസാദം സ്വീകരിക്കുന്നത്, കർമ്മിയല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. കർമ്മി കർമ്മഫലം സ്വീകരിക്കുന്നു, ഭക്തൻ പ്രസാദം സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഭക്തനാകുക എന്നതാണ് പരിഹാരം. ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗി, കർമ്മഫലത്യാഗി അല്ലെങ്കിൽ കർമ്മയോഗി എന്ന അതിന് പകരം കൊടുത്തിരിക്കുന്ന വാക്കാണ് സന്യാസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം ഇതേ സന്യാസി എന്നുള്ളതിന് വേറൊരർത്ഥവും കൂടെ കൊടുക്കാം. ആ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നതു പരമാർത്ഥ സന്യാസിനാം. ഇനി പരമാർത്ഥത്തിലുള്ള സന്യാസി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരാരാണ്? പരമഹംസ പരിവ്രാജകാനാം. അവർ പരമഹംസ, നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്കാണല്ലോ പരമഹംസ പരിവ്രാജകാചാര്യന്മാരെന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ പരമഹംസ പരിവ്രാജകാചാര്യന്മാരെന്നത്? ചുറ്റിക്കറങ്ങി കാവ്യമെടുത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല, കേവല ജ്ഞാനനിഷ്ഠാന. അതാണ് പരമഹംസ പരിവ്രാജക ആചാര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യക്കും പ്രാധാന്യമില്ല, ചുറ്റിക്കറങ്ങലിനും പ്രാധാന്യമില്ല. പിന്നെ എന്തിനാ പ്രാധാന്യം? കേവല ജ്ഞാനനിഷ്ഠയിലാണ് പ്രാധാന്യം. അവർക്ക് അവർ കേവല ജ്ഞാനനിഷ്ഠയിലാണ്. ഇതാണ് നമ്മൾ കർമ്മനിഷ്ഠയല്ല ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ജ്ഞാനനിഷ്ഠ. അപ്പോൾ നമ്മൾ ഉടനെ ആലോചിക്കും, എന്താണ് ഈ ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്താർത്ഥ വിചാരം, ഇത്രയേ ഉള്ളൂ ജ്ഞാനനിഷ്ഠ എന്നാണ്. അല്ലാതെ വേറെ ഒന്നും അതിലേക്ക് കിടക്കേണ്ടത്. ധ്യാനനിഷ്ഠയല്ല ജ്ഞാനനിഷ്ഠ. അത് നമ്മൾ വേർതിരിച്ചറിയണം. ചിലരാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരായിരിക്കുമല്ലോ എന്താണ് ഈ ബ്രഹ്മനിഷ്ഠർ എന്ന് വിചാരിക്കേണ്ട. ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനനിഷ്ഠയായിട്ട് ആയിട്ട് തന്നെ കാണണം, അല്ലാതെ അതിനെ ധ്യാനനിഷ്ഠയായിട്ട് കാണരുത്. ധ്യാനനിഷ്ഠയാണ്. 12 മണിക്കൂർ ധ്യാനിച്ചോളൂ, അത് ജ്ഞാനനിഷ്ഠയല്ലല്ലോ. അതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് അനങ്ങാണ്ടിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ലക്ഷണം അല്ല. അല്ലെങ്കിൽ ധ്യാനിക്കുമ്പോൾ ഉടൻ തന്നെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ലക്ഷണം അല്ല.
അതൊന്നും അല്ല എൻ്റെ ലക്ഷണം. അപ്പം ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കണം, വേറെ പണിയൊന്നുമില്ല. ഒരു കുറച്ച് കഴിയുമ്പം കവിളിന് വേദന വരും. അതായത് അതല്ല ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുഞ്ചിരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യലക്ഷണം. നമുക്ക് ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക, അത്രയേ ഉള്ളൂ. ചിരിക്കാൻ വന്ന് ചിരിക്കേണ്ടാത്ത വെറുതെ ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം വരും. ചിരിക്കേണ്ട കാര്യം വന്നാൽ മാത്രമേ ചിരിക്കാവൂ. ചിരിക്കാനൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ചിരിക്കാവൂ. എന്നാൽ അതങ്ങനെയാണ് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അല്ലാതെ ജ്ഞാനനിഷ്ഠ ആരെയും ചിരിപ്പിക്കത്തില്ല. അത് വേറൊരു ഒരു ധാരണയുണ്ടാണ്. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറയാണ്ടിരിക്കണം. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും കോപിക്കാൻ പാടില്ല എന്നുള്ളത്. ദുർവാസാവ് മഹർഷിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഗ്ര കോപിയുള്ള. വിശ്വാമിത്ര മഹർഷി, ദുർവാസാവ് മഹർഷി, പരശുരാമൻ, ഇവർക്കൊന്നും ജ്ഞാനമില്ലായിരുന്നു. എന്താണ് പിന്നെ അതുപോലെ. അപ്പം അതല്ല, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. ഇതൊക്കെ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം കുചിത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? നിത്യജ്ഞാനനിഷ്ഠ. നിത്യജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായിട്ട് ജ്ഞാനനിഷ്ഠ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഇതിനകത്ത് നിത്യം എന്നുള്ള വാക്കൊന്നും പറയണ്ട. അതുകൊണ്ട് ഞാൻ പറയാം കേവല ജ്ഞാനനിഷ്ഠ മാത്രം എന്നുള്ളത്. എന്തിനാ കേവല ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചിലപ്പോൾ അത് ഉപാസനാനിഷ്ഠയായി കഴിഞ്ഞാലോ. അപ്പോൾ ഉപാസനയാണ്, അത് ജ്ഞാനമല്ല എന്നുള്ളതാണ്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ എന്നുള്ള ഒരു പ്രയോഗമുണ്ടല്ലോ. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം. വേദാന്ത വിജ്ഞാനം ആണ് ആദ്യത്തെ പടി. അതിനുശേഷമാണ് ഏതൊക്കെ? വേദാന്ത വിജ്ഞാനം. അതിനുശേഷമാണ് ജ്ഞാനനിഷ്ഠ. ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഇത് ജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് എടുക്കും. പിന്നെ വേദാന്ത ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് എന്താണ്, അഴവഴ എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലും എന്നുള്ള രീതിയിൽ പോകത്തില്ല വേദാന്ത ജ്ഞാനം. അതുകൊണ്ടാണ് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസയോഗാത് യഥയ ശുദ്ധസത്വാഹ ഈ മാതിരിയുള്ള പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് സാരം. ഇപ്പം ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? കർമ്മഫലത്യാഗിയാകുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. അല്ലാതെ എന്താണ് ബ്രഹ്മനിഷ്ഠ ജ്ഞാനനിഷ്ഠ എന്നുള്ള കാര്യത്തിൽ ആലോചിക്കേണ്ട. കാരണം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുക. ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടാണ് ജ്ഞാനനിഷ്ഠ. അല്ലാതെ ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് കർത്തൃവിധേയമായിട്ടൊന്നല്ല. അതുകൊണ്ട് ജ്ഞാനനിഷ്ഠ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം പിടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതല്ല ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം പിന്നെന്താണ് നമുക്ക് വേണ്ടത്? ജ്ഞാനനിഷ്ഠ എന്നുള്ളത് സെക്കൻഡറി ആയിരിക്കണം. അതെന്ന് പറഞ്ഞത് ജ്ഞാനത്തിലൂടെ ജ്ഞാനപ്രാപ്തിയാൽ കിട്ടേണ്ടതാണ് ജ്ഞാനനിഷ്ഠ എന്നത്. ജ്ഞാനപ്രാപ്തി വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രോസസ്സിലൂടെയാണ് കിട്ടേണ്ടത് എന്നുള്ളത്. പഞ്ചേമാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം എന്നുള്ളതാണ് വാക്ക്. എല്ലാ കർമ്മങ്ങളുടെയും പഞ്ചേമാനി മഹാബാഹോ. പഞ്ച ഇമാനി രണ്ടും കൂടി ചേർന്നാണ് പഞ്ചേമാനി. 5 ഇമാനി കാരണാനി. 5 കാരണങ്ങൾ. ഇമാനി എന്ന് പറഞ്ഞാൽ ഈ എന്നുള്ള അർത്ഥത്തിലാണ്. ഇമാനി കാരണാനി. എത്ര? പഞ്ചകാരണാനി. ഇത്രയുള്ള അർത്ഥം. ഇമാനി പഞ്ചകാരണാനി. ഈ പറഞ്ഞ 5 കാരണങ്ങൾ. നിബോധ കേൾക്കുക. മേ എന്നിൽ നിന്ന്. അർജുന മമ വാചഃ എന്നർത്ഥം. ഏതാ? ഇമാനി പഞ്ചേമാനി. അപ്പൊ ഇത് അത് കറക്റ്റ് ചെയ്താൽ മതി. പഞ്ചേമാനി മഹാ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോ ശങ്കരഭാഷ്യം ഗീതാപ്രസിന്റെ ടെക്സ്റ്റാണ്. ഗീതാപ്രസ് ആണെങ്കിൽ താനിയാണെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഏതാനി എന്നാണ്. പഞ്ച ഏതാനി
പക്ഷെ അത് വേണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഇപ്പം നമ്മുടെ എൻ്റെ ഈ ടെക്സ്റ്റിനകത്തുള്ളത് പഞ്ച ഇമാനിയാണ്. അതുകൊണ്ട് നമുക്ക് ആ വേർഷൻ അനുസരിച്ച് ഇപ്പം പോകാം. അതിനുശേഷം മറ്റേത് നമുക്ക് നോക്കിയിട്ട് പറയാം. പഞ്ചേമാനി മഹാബാഹോ കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ 5 കാരണങ്ങളെക്കുറിച്ച്? സാഖ്യേ കൃതാന്തേ പ്രോക്താനി. കൃതാന്തേ, കൃതാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതം കർമ്മ, കർമ്മത്തിൻ്റെ അന്ത്യം. കർമ്മത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാ? കർമ്മത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തം. അതാണ് കർമ്മത്തിൻ്റെ അന്ത്യം. അതുകൊണ്ട് കൃതാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തം. അത് ആ വേദാന്തത്തിൻ്റെ വിശേഷണം എന്താണ്? സാഖ്യേ എന്നുള്ള ആ വേദാന്തത്തിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് സാഖ്യം എന്ന് പറയുന്നത്. ഇത് സാഖ്യം വേദാന്തമാണെന്ന് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. സാഖ്യേ വേദാന്തേ എന്നുള്ളതാണ് അതിന് എങ്ങനെയാണ് അത് സാഖ്യം എന്നുള്ള വാക്ക് വേദാന്തത്തിന് അർത്ഥം കിട്ടുന്നത്? അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ്. ജ്ഞാതവ്യാഹ പദാർത്ഥാഹ സംഖ്യായന്തേ യസ്മിൻ. അറിയേണ്ടതായ പദാർത്ഥങ്ങൾ ഗണിച്ചിരിക്കുന്നത് എവിടെയാണോ, അതായത് 1, 2, 3, 4 എന്ന രീതിയിൽ നൽകിയിരിക്കുന്നത്, അതാണ് ഗണന എന്നുള്ളത്. ആ രീതിയിൽ നൽകിയിരിക്കുന്നത് എവിടെയാണ്? അതാണ് സാഖ്യം. അത് വേദാന്തമാണ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ അറിയേണ്ടതായ 1, 2 കാര്യങ്ങൾ? അതാണ് നമ്മൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ കേട്ടിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് പ്രയോഗം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് യെസ്, എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഓക്കെ. അപ്പം എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഈ ഇതുണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ, അപ്പം നമ്മൾ ഈ ശാസ്ത്രത്തിൽ, സാഖ്യശാസ്ത്രത്തിൽ നമ്മൾ ഈ ഒന്നൊന്നായിട്ട് നമ്മൾ കണ്ടല്ലോ. പഞ്ചൈമാനി, ഈ എന്താണ്, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ എണ്ണി എണ്ണി പറയുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഇത് സാഖ്യം എന്നുള്ള രീതിയിൽ അത് പിന്നീടാണ് അത് വന്നത്. അപ്പം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഭേദങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ സാഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പിന്നീട് ഒരു സാഖ്യശാസ്ത്രം ഇതാണെന്ന് പറഞ്ഞ് വേർതിരിച്ച് പറഞ്ഞിട്ട് ഇത് വേദാന്തമല്ല, ഇത് സാഖ്യമാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വേറെ വന്നതാണ്. സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ പറഞ്ഞ അത് വേദാന്തത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതേസമയം ഈ സാഖ്യശാസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് വേദാന്തം അല്ലേ എന്നാണ്. വേദാന്തം തന്നെയാണത്. അതായത് വേദത്തിൻ്റെ സാരത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിന് വേദാന്തം വേറെയാണ്, സാഖ്യം വേദമാണ് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ എന്താണ് ഈ ഒരുമാതിരി ഈ ഡെഫിനിഷൻ കൊടുത്ത് നിർവചിച്ച് വെച്ചുകൊണ്ട് ആയിപ്പോയ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നിർവചനം കൊണ്ട് അതുവരെയും കുഴപ്പമില്ലാണ്ട് പോകും. നിർവചിക്കാൻ പോയി കഴിഞ്ഞാൽ വലിയ തകരാറുണ്ടാകും. നമ്മുടെ ഈ ജാതി നിർവചിക്കാൻ പോയതും പിന്നെ അതേമാതിരി മതം നിർവചിക്കാൻ പോയതും ഒക്കെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഏതോ ഒരുത്തന് തോന്നി ഇതിങ്ങനെ ഒരു വീട്ടിലെ 4 പേരെ 4 തട്ടിലാക്കുക എന്നുള്ളതാണ് ഈ നിർവചനം കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനൊരു കുടുംബമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം കുടുംബം എന്നുള്ളതിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ പരമാധികാരികാരം, പിന്നെ അമ്മയ്ക്ക് എന്താ അടുക്കളയിൽ മാത്രമേ ഉള്ളൂ, പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത രീതിയിൽ, പിന്നെ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ, പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ എന്താ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും എടുത്ത് ചകഞ്ഞ് പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കാൻ തോന്നും. ആരെങ്കിലും ഒരാൾ തുനിഞ്ഞാൽ മതി. പിന്നെ അത് എപ്പോഴും നമ്മൾ കാണാം. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവത്തില്ല. പക്ഷേ ഈ മാതിരി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പടരും എന്നുള്ളതാണ്. ഇപ്പം പടർന്ന് എവിടം വരെ എത്തുമെന്നാണ്. പടർന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം സമൂഹത്തിനെ ഒരുപോലെ ബാധിക്കും. അങ്ങനെ ദീർഘകാലമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ് കിടക്കുന്നത് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അതൊക്കെ
പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമില്ല. കാരണം ഒരു സിമ്പിൾ സമൂഹത്തിനെ മാറുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അതാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഭരണാധികാരിയുടെ ഇതുപോലെ ഇരിക്കും. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭരണാധികാരിയാണ് സമൂഹത്തിൻ്റെ സംസ്കാരത്തിനെ നിശ്ചയിക്കുന്നത്. പിന്നെ സാഹിത്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സമൂഹത്തിനെ എങ്ങനെ ആവണം എന്നുള്ളത് തീരുമാനിക്കുന്ന സാഹിത്യമാണ്. നമുക്ക് ഒരു കാലത്ത് സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഹിത്യം ആധ്യാത്മികതയിൽ വേരൂന്നിരുന്നൊരു സാഹിത്യമായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആ സാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സാഹിത്യ സമൂഹത്തിൽ ജനങ്ങൾ സ്വീകരിക്കുന്നത്. അത് നാടൻ പാട്ടുകളായിട്ടാണെങ്കിലും നാടോടി കഥകളായിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ നാടൻ കലാരൂപങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ആ സാഹിത്യത്തിൻ്റെ തന്നെ പല വിധത്തിലുള്ള പ്രകടനങ്ങളായിട്ട് അത് മാറും. അതിനകത്ത് ചിലത് ക്ലാസിക്കായിട്ട് കണക്കാക്കും, ചിലതാണെന്നുണ്ടെങ്കിൽ ദേശസംബന്ധമായിട്ട് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇല്ല ആ തരത്തിലൊക്കെ പോകും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭാഷ പോലും അതിനോടനുബന്ധിച്ചിട്ട് മാറും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് വേദാന്തമായി പറയുന്നത് എന്നുള്ള നമ്മുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് വെറും നാടൻ ഭാഷയായിട്ട് പോയി. പിന്നെ ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവൻ നടക്കുകയാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ പണ്ട് കേൾക്കുന്നല്ലേ, ഇപ്പം ആരും പറയത്തൊന്നുമില്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുകയാണ്. അപ്പം ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് ആ കാണിക്കുന്നത്. ഒരു ഗതിയും പരഗതിയും സിമ്പിളായിട്ട് വാക്ക് നോക്കിക്കേ. ഒരു ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിച്ചു പോകാൻ ഒരു ഗതിയും ഇല്ല എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഹ എന്നുള്ള അർത്ഥം, ഈ ലോകത്ത് ഒരു ഗതി. പിന്നെ അടുത്ത വാക്ക് പരഗതിയാണ്, അത് പരലോക സംബന്ധമായിട്ടുള്ള ഗതിയാണ്. അപ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകവും ഇല്ല പരലോകവും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളാൽ സമൃദ്ധമായിക്കൊണ്ട് പെരുന്നിരുന്ന ഒരു സംസ്കാരത്തിനെ മുഴുവൻ നാശമാക്കി കളഞ്ഞു. ഇനിയിപ്പോൾ അത് സംസ്കാരം വീണ്ടെടുക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ എന്താണ് ഇപ്പം എന്തിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ സാഹിത്യം നോക്കിയാൽ മതി. സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രചാരത്തിലുള്ളത് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകളാണ് ഇന്നത്തെ കാലത്തെ സമൂഹത്തിൻ്റെ സംസ്കാരത്തെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ് അതാണല്ലോ എല്ലാവരും കേൾക്കുന്നത്, കൂടുതലും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്. പത്രങ്ങൾ, മാഗസിനുകൾ, ഇതൊക്കെയാണ്. അല്ലാതെ രാമായണവും മഹാഭാരതവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതാരെ അധികം സ്വാധീനിക്കാൻ പോകുന്നില്ല ഇന്നത്തെ കാലത്ത്. ഇന്ന് സ്വാധീനിക്കുന്നത് ഈ വിഷയങ്ങളാണ്. ഇത് തീരുമാനിക്കും നമ്മുടെ സംസ്കാരം എങ്ങോട്ട് പോകണം. കഴിഞ്ഞ ദിവസം കണ്ട് ഇതൊരു 10-14 വയസ്സ് എന്തോന്ന് ഹൈസ്കൂളിൽ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതും ഒരു കൂട്ടം ആൾക്കാരും കൂടി ഈ റോഡിൽ കൂടി ഇങ്ങനെ ബിയർ കുപ്പിയും ചുഴറ്റിക്കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂട്യൂബിനകത്ത് കണ്ടതാണ് കേട്ടോ. ഇതെന്താ പ്രശ്നം, നമ്മുടെ ഇവിടെ തന്നെ ഈ കേരളത്തിൽ എവിടെയോ ഒരു സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. അതായത് ഒരു ചെറുക്കനെ 2 പെൺപിള്ളേർക്ക് ഇഷ്ടം. അതിനകത്താണെങ്കിൽ ഇതുങ്ങൾ തമ്മിൽ അടിയായി കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് ഈ റോഡിൽ കൂടെ, അത് സ്കൂൾ ഗ്രൗണ്ട് കോമ്പൗണ്ടിലല്ല, ഇത് ബസ്സും വാഹനങ്ങളൊക്കെ ഓടുന്ന റോഡിൽ കൂടെ ഇവിടെ ഇങ്ങനെ ലീഡറായിട്ട് ബിയർ കുപ്പി, ഇത് വീഡിയോയിൽ പറയുന്നതാണ് ഈ ബിയർ കുപ്പി എന്നുള്ളത്, ഇങ്ങനെ ചുഷ്ടിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നു പിന്നാലെ നടക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ സിനിമകളുടെ സ്വാധീനമായിരിക്കും അങ്ങനെയുള്ളതല്ല. അത് പിള്ളേർ മോശമാണെന്നുള്ളതല്ല, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്, കുഞ്ഞുങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. എന്താണോ മുതിർന്നവർ കാണിക്കുന്നത് അത് ശരിയെന്ന് തോന്നിയിട്ടാണ് അവർ ചെയ്യുന്നത്. മുതിർന്നവർ കാണിക്കുന്നത് ശരിയാണെന്നുള്ളത് അവരെ തോന്നിപ്പിക്കുന്നത് അങ്ങനെയുള്ള സിനിമകൾ, അങ്ങനെയുള്ള സാഹിത്യത്തിന് ഇവിടെ പ്രചാരം കിട്ടുകയും അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും അതിന് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതാണ് അവർക്ക് ശരി. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനുള്ളിലെ പ്രശ്നം. അല്ലാതെ ഇത് നമുക്ക് വേറെ പരിഹാരമൊന്നുമില്ല. നല്ല ഭരണം വന്നു കഴിഞ്ഞാൽ മുഴുവൻ മാറും. സാഖ്യേ കൃതാന്തേ പ്രോക്താനി. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വിഷയം പോയതാണ്, പക്ഷെ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. സാഖ്യേ കൃതാന്തേ പ്രോക്താനി. അപ്പോൾ ഇവിടെ ഇപ്പം കർമ്മത്തിൻ്റെ അന്ത്യമായിട്ട് അല്ലെങ്കിൽ സാഖ്യശാസ്ത്രമായിട്ട് ഉള്ള ജ്ഞാനശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇമാനി പഞ്ച കാരണാനി എന്ന്, സർവകർമ്മണാം കാരണാനി എന്ന്. ഈ സകല കർമ്മങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഈ 5 ആണെന്ന് വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പം നമുക്ക് വേദാന്തം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, സത്യത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഒന്ന്, വേദാന്തം അനലൈസ് ചെയ്യുന്നത് രണ്ടെണ്ണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് കർത്ത, രണ്ട് അകർത്ത. ബാക്കിയുള്ളത് മുഴുവൻ അതിലേക്കങ്ങ് ചേർത്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കർത്ത എന്നുള്ള സ്ഥാനം. അപ്പോൾ ഇത് രണ്ടും ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കർത്ത എന്നും അകർത്ത എന്നും പറയുന്നത് രണ്ട് എണ്ണത്തിനെ കുറിച്ചാണോ പറയുന്നത്? കർത്ത എന്നും കർത്ത എന്നും അകർത്ത എന്നും പറഞ്ഞത് ഒന്നിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്കഷൻ പോകുന്നത്, ഇങ്ങനെയാണ് ഇതിൻ്റെ വിഷയം വ്യാപിച്ചു പോകുന്നത്. അപ്പം കർത്താവിനെക്കുറിച്ചും അകർത്താവിനെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണ് വേദാന്തം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സംഗതി. അതിൽ കർത്താവിനെക്കുറിച്ച് പറയുമ്പോഴാണ് കർത്താവ് എപ്പോഴാണ് കർത്താവാകുന്നത്? കർത്താവ് കർമ്മം ചെയ്യുമ്പോഴാണല്ലോ കർത്ത എന്ന് പറയുന്നത്. ഇനി അത് നമ്മുടെ ദൃഷ്ടിയിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നുള്ളതല്ല, അതൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിരിക്കുന്നവൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാലും അവൻ കർത്താവായിട്ടാണ്, അതായത് ആ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ കർത്താവ് കർമ്മിയായിട്ട് കർമ്മം ചെയ്യുമ്പോൾ അവന് എന്തൊക്കെയാണ് ഉള്ളത്? അതിനെയാണ് പഞ്ചകാരണാനി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പഞ്ചകാരണം എന്ന് പറഞ്ഞാൽ 5 കാരണം ഉണ്ടല്ലോ. അപ്പോൾ ഈ 5 കാരണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ചുരുക്കത്തിൽ കർമ്മത്തിൻ്റെ 5 കാരണങ്ങൾ ഇങ്ങനെ എടുക്കണം നമ്മൾ. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ 5 കാരണങ്ങൾ എന്നുള്ളതല്ല, പകരം കർമ്മത്തിൻ്റെ 5 കാരണങ്ങൾ. അപ്പോൾ കർമ്മത്തിൻ്റെ ഈ 5 കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ വന്നു? ആദ്യം വന്നത് കർത്താവ് തന്നെയാണ്, അതിനുശേഷം അല്ലേ ബാക്കിയുള്ളത് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചകം. ദൈവാത്ര പഞ്ചമം അല്ലേ? പഞ്ചമമാണ്. പഞ്ചമം എന്ന് പറഞ്ഞാൽ 5ാമത്തേത്. അപ്പം ഞാൻ നേരത്തെ വായിച്ചതാണ് പഞ്ചകം, അത് സെറ്റാണ്. പഞ്ചമമാണ്. പഞ്ചമം അധിഷ്ഠാനം തഥാ കർത്ത. അധിഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, അതാണ് അധിഷ്ഠാനം. എന്തിൻ്റെ അധിഷ്ഠാനം? ഈ മറിഞ്ഞിരിക്കുന്ന അധിഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പിടം എന്നർത്ഥം ഇല്ല, ആധാരം. അതാണ് അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ. ഇതാണ് അധിഷ്ഠാന ഒരു പ്രയോഗമുണ്ടല്ലോ, ആധാരശില, അധിഷ്ഠാനം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊന്നും കാണാം. അതിന്മേലാണ് ഇരിപ്പ്. അപ്പോൾ അതെന്താണ്? അധിഷ്ഠാനം ശരീരമാണ്. ആ ശരീരം എന്താണ്? ഇച്ഛാദ്വേഷ സുഖദുഃഖ ജ്ഞാനാദീനാം അഭിവ്യക്തേഹേ ആശ്രയഃ അധിഷ്ഠാനം ശരീരം. നമുക്കൊരു ആഗ്രഹമുണ്ട്, അത് പ്രകടമാവണമെന്നുണ്ട്. എന്താ അത്? അതുകൊണ്ടാണ് അഭിവ്യക്ത എന്ന് പറയുന്നത്. അഭിവ്യക്തം എന്ന് പറഞ്ഞാൽ പ്രകടമാക്കുന്നത് ശരീരമാണ്. ഇച്ഛ, ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. ദ്വേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹത്തിൻ്റെ വിപരീതം, അതായത് നമ്മൾ ഉപേക്ഷിക്കൽ. ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പം ദേഷ്യത്തിന് ഇപ്പം എന്താ പറയുക? ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുക, അനിഷ്ടം കാണിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് അനിഷ്ടം കാണിച്ച് കഴിഞ്ഞാൽ ദേഷ്യം എന്ന് പറയാൻ പറ്റും. ശരിക്കും ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്താ പറയും? ദേഷ്യത്തിന് ഇപ്പം എന്താ പറയുക? ദേഷ്യമുള്ളവരത് നിർവഹിക്കട്ടെ. അപ്പം അധിഷ്ഠാന ഇച്ഛാദ്വേഷ സുഖ ദുഃഖ. പിന്നെ സുഖം, അത് നമുക്ക് നല്ലോണം അറിയാവുന്ന ഒരു കാര്യമാണ്. സുഖം പിന്നെ ദുഃഖവും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇച്ഛ അറിയാം, ദ്വേഷം അറിയാം, സുഖം അറിയാം, ദുഃഖം അറിയാം. പിന്നെ ജ്ഞാനം. അപ്പോൾ ഇതൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെയെന്ന് പറഞ്ഞത് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. എനിക്കറിയാം എന്ന് പറയുന്നില്ലേ? അറിയാമെന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും അറിയുന്നു. അപ്പോൾ അറിയുന്നു എന്നുള്ളതാണ് ജ്ഞാനം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രകടമാവണമെന്നുണ്ടെങ്കിൽ ഒരു ശരീരവാനാവണം എന്നുള്ളത്. ഇപ്പം ശരീരവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിവ്യക്തേഹേ ആശ്രയഃ അധിഷ്ഠാനം ശരീരം. ഇതൊക്കെ പ്രകടമാവണമെന്നുണ്ടെങ്കിൽ ശരീരം ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിപ്പം നമുക്ക് ശരീരം ഇല്ലാതെയും നമുക്ക് നടക്കാൻ പറ്റുമോ?
ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥൂല ശരീരം ഇല്ലാതെ നടക്കുന്നതിനെയാണല്ലോ സൂക്ഷ്മ ശരീരത്തിൽ നടക്കുക എന്ന്, സൂക്ഷ്മ ശരീരത്തോടുകൂടി നടക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ച് സൂക്ഷ്മ ശരീരം നിൽക്കുന്നു എന്നുള്ളതല്ല, പകരം സൂക്ഷ്മ ശരീരത്തിനെ ആശ്രയിച്ചിട്ടാണ് സ്ഥൂല ശരീരം നിൽക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിനെ അപേക്ഷിച്ച് സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അല്പായുസ്സാണ്. സൂക്ഷ്മ ശരീരത്തിന് അല്പായുസ്സും ഇല്ല, ദീർഘായുസ്സും ഇല്ല. സൂക്ഷ്മ ശരീരത്തിന് നിത്യത്വമാണ് ഉള്ളത് എന്ന്, ജ്ഞാനപര്യന്തം നിത്യത്വമാണുള്ളത്. മുക്തി കിട്ടുന്നിടം വരെയും സൂക്ഷ്മ ശരീരത്തിന് നിത്യത്വമുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യക്ഷിപ്രേത ഭൂത പിശാചുക്കളായിട്ടൊക്കെ നടക്കാൻ പറ്റുമോ? ഇപ്പം നടക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? കാരണം സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്നുള്ള സങ്കല്പം വെച്ചുകൊണ്ടാണ് ഈ വിവിധ ലോകങ്ങളെല്ലാം നിർവഹിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മം ഉടനെ തന്നെ ഈ സ്ഥൂല ശരീരം കിട്ടണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ജീവാത്മാവിന് വാശി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നും പറ്റത്തില്ല എന്നുള്ളത്, തുറന്നൊന്നും മിണ്ടാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇതിൻ്റെ പോക്ക് എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് എനിക്കൊരു ഒരു ജന്മം വേണം. നമ്മളിപ്പോൾ ആഗ്രഹിച്ചു വെച്ചു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ട് കിട്ടത്തില്ല, അതിനനുസരിച്ച് കർമ്മമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം വേണം. ആ ജന്മം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം, ഒന്നും ചെയ്യാണ്ട് എനിക്കങ്ങനെ ഒരിടത്ത് തന്നെ നിന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കണം. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ ദേഹം നന്ന് വൃത്തിയാക്കൽ, അല്ലെന്നുണ്ടെങ്കിൽ ഈ മലമൂത്ര വിസർജനം എന്നൊക്കെ പറഞ്ഞതൊക്കെ അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് മലമൂത്ര വിസർജനങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഈ ഒരിടത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പറയാം എന്താ ഇങ്ങനെ തേക്കാക്കാം, അല്ലെങ്കിൽ ഈട്ടിയാക്കാം, അല്ലെങ്കിൽ തെങ്ങാക്കാം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് നിന്നുകൊണ്ട് കഴിച്ചുകൊണ്ടങ്ങ് നിന്നുകൊണ്ടിരിക്കുക, മലമൂത്ര വിസർജനമൊന്നും ഇല്ല, ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മനുഷ്യർ മാത്രമല്ല, എന്താ ജീവികൾ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതൊക്കെ ജീവികളാണ്. നമ്മുടെ ഇപ്പോഴത്തേക്ക് നിർവചനം അനുസരിച്ച് ജീവികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സസ്യങ്ങൾ വേറെ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു. ജീവികൾ എന്ന് പറഞ്ഞാൽ അത് സസ്യങ്ങളെന്നും മൃഗങ്ങളെന്നുള്ള ഭേദങ്ങളൊന്നുമില്ല, എല്ലാം ഒരുപാട്. ആ സ്റ്റാറ്റസിൽ തന്നെയാണ് നിൽക്കുന്നത് യക്ഷ പ്രേത പിശാചുക്കൾ എല്ലാം നിൽക്കുന്നത്. കാരണം വെച്ചാൽ അതും ജീവിയാണ്, ജീവനുള്ളത് എന്നേ അർത്ഥമുള്ളൂ, അല്ലാതെ ദേഹമുള്ളതെന്നുള്ള അർത്ഥമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒക്കെയാണല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലോ സാധ്യമാണോ എന്നാണ്. സാധ്യമല്ല എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളെ ഒന്ന് ഉപദ്രവിക്കുമെന്ന് അവർക്ക് വേറെ പണിയുണ്ടെന്നേ, അല്ലാതെ നമ്മുടെ പിന്നാലെ നടക്കണമെന്ന് വെറുതെ ആർക്കും പണി. ആർക്കും ആരുടെ പിന്നാലെ നടക്കാൻ താല്പര്യമില്ല എന്നുള്ളത് പെർമനൻ്റായിട്ട്. പിന്നെ അല്പസമയത്തേക്ക് ഒരു വിനോദത്തിന് ആരുടെയെങ്കിലും പിന്നാലെ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പൂച്ച കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചു നേരം നിൽക്കുന്നത് പോലെയാണ് സാകലത്. കാരണം അതാണ് എന്താണ് ബാലസ്ഥാവത് ക്രീഡാസക്ത, തരുണസ്ഥാവത് തരുണീ രക്ത, വൃദ്ധസ്ഥാവത് ചിന്താമഗ്ന, പരമേ ബ്രഹ്മണി കോപി ന ലഗ്ന. കാലം മാറുന്നതനുസരിച്ച് താല്പര്യം മാറുന്നു എന്നുള്ളതാണ്, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കാത്തത് കാരണം ഇപ്പോൾ തന്നെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നിത്യത്വമുണ്ട്, അതുകൊണ്ട് മരണമില്ലായ്മയുണ്ട്. ഇതാണ് ജീവൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാലും മരണമില്ലായ്മയുണ്ട്. ആത്മാവിൻ്റെ ദൃഷ്ടി, പരമാത്മാവിൻ്റെ ദൃഷ്ടിയിലേക്കൊന്നും പോകണ്ട. ഇപ്പം തൽക്കാലത്തെ ജീവൻ്റെ ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാലും ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിൽ നിത്യ സാന്നിധ്യമുള്ളതാണ്. സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും തമ്മിലുള്ള ബന്ധം പിരിയൽ ഇത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വളരെ ചെറിയ ഒരു ഏരിയയിൽ മാത്രമാണ്. പിന്നെ അതുകൊണ്ട് ഇപ്പം ഭഗവാൻ അപ്പോൾ അവിടെ, അതായത് അർജുനനൊരു മരണം എന്ന് പറഞ്ഞൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വേണമെന്നുള്ളതാണ് ഈ അധ്യായങ്ങളെല്ലാം കൂടെ കാണിക്കുന്നത്.
അപ്പം അധിഷ്ഠാനം തഥാ കർത്ത. പിന്നെ രണ്ടാമത് എന്താ, ശരീരമുണ്ട്. ശരീരം ഉണ്ടെന്ന് മാത്രം കാര്യമില്ല. ശരീരം വിട്ടിട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറയത്തില്ലേ, ശരീരം അവിടെ കിടപ്പുണ്ട്. ആ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്ത ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് കർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ കർത്ത. ആ കർത്താവിനെ ഭഗവാൻ എങ്ങനെയാണ് ഈ അഞ്ചെണ്ണം എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ, ഒരുവൻ എപ്പോഴും കർമ്മിയാണെന്ന് പറഞ്ഞു, ഒരുവൻ എപ്പോഴും കർത്താവാണെന്ന് പറഞ്ഞു അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്. എന്താണ്, ഒന്നുകിൽ കർത്ത അല്ലെങ്കിൽ അകർത്ത പരമാത്മ, ഇങ്ങനെയാണല്ലോ കണ്ടത്. അപ്പോൾ എപ്പോഴും ഒരുവൻ കർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ചില സമയത്ത് കർത്താവൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സംശയം എന്നുണ്ടെങ്കിൽ കർത്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ഭോക്താവിനെ തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് ഭാഷ്യത്തിൽ അക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, തഥാ കർത്ത, അപ്രകാരം കർത്ത. എന്താണ്, ഉപാധിലക്ഷണ ഭോക്ത. ഒരു ഉപാധിയോട് ഉപാധിലക്ഷണ ഭോക്ത. കർത്ത സമം ഭോക്ത. എങ്ങനെയാണ് ഈ ഭോക്താവിനെ എങ്ങനെ നമ്മൾ നിർവചിക്കാം? ഉപാധിലക്ഷണ ഭോക്ത. എന്താണ് ഈ ഉപാധിലക്ഷണ? നമ്മുടെ ഉപാധിലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥൂല ശരീരോപാധി, സൂക്ഷ്മ ശരീരോപാധി, കാരണശരീരോപാധി എന്ന് പറയും. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് ഈ ഭോക്ത എന്ന് പറയാൻ കാരണം ഓരോ പ്രാവശ്യവും നമ്മൾ സ്ഥൂല ശരീരം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഭോക്ത എന്തിനാ സ്ഥൂല ശരീരം സ്വീകരിക്കുന്നത്? പുതിയ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടല്ല സ്വീകരിക്കുന്നത്, പകരം പഴയ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കാര്യം. പിന്നെ അത് പുതിയ കർമ്മം ചെയ്യുന്ന മനുഷ്യ ശരീരം കിട്ടിയെന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം, അത് ആ കർമ്മഫലത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. ഇനി അത് അല്ലാതെ ആണെങ്കിൽ വൃക്ഷ ശരീരമാവാം, പുതിയ കർമ്മമൊന്നും ചെയ്യുന്നില്ല, കേവലം ഭോക്താവ് മാത്രമായിട്ട് നിൽക്കുന്നു. അതാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കരണം ച പൃഥക് വിധം. ഇപ്പം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥക് വിധം കരണം എന്നുള്ള പല വിധത്തിലുള്ള കരണം. എന്താണ് ഈ കരണം? അവിടെയാണ് ഈ സംഖ്യ 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 എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ശ്രോത്രാധികം സംഖ്യം. സംഖ്യ അങ്ങനെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കരണം ച ശ്രോത്രാധികം സംഖ്യം. അപ്പം ഈ ശ്രോത്രാധികം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ, ശ്രോത്രാധികം ചെവി തുടങ്ങിയിട്ടുള്ളവയെ അവയാണ് സംഖ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സാഖ്യം, അതിനകത്തൂടെയാണ് വാക്ക് കിട്ടിയിരിക്കുന്നത്. എണ്ണപ്പെട്ടവ സംഖ്യം. സംഖ്യം ശ്രോത്രാധികം സംഖ്യം. വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ. വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ. പൃഥക് വേറിട്ടുള്ള ചേഷ്ടാഃ ചേഷ്ടകളും. എന്താ വിവിധാശ്ച പലതരത്തിലുള്ള വേറെ വേറെയുള്ള ചേഷ്ടകൾ. അത് എന്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? അപ്പം ഇവിടെ ഈ ശരീരം വന്നു, കർത്താവ് വന്നു, പിന്നുള്ളത് ഇന്ദ്രിയങ്ങൾ വന്നു, പിന്നെ അവിടെ ഇപ്പം എന്താ വിട്ടുപോയിരിക്കുന്നത്? ആ ചേഷ്ടാഹ എന്നുള്ളത് വിട്ടുപോയിരിക്കുന്നതിനകത്ത് പെടുത്തണം. അപ്പോൾ അതേതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രാണാപാനാദ്യാഹ. പ്രാണാപാനന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാണാപാനന്മാരെന്ന് പറഞ്ഞാൽ ആരാണ് ഈ പ്രാണാപാനന്മാർ? വായവീയാഹ എന്ന് ഭാഷ്യം. വായു സംബന്ധമായിട്ടുള്ളത്. ഈ വായു സംബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെയാണ് ഇവിടെ വായു എന്ന് പറയുന്നത്. വായു സംബന്ധമായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പഞ്ചപ്രാണന്മാരാണ്, അതിനെയാണ് പ്രാണാപാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? നമുക്ക് അത് ശ്വാസോച്ഛ്വാസ ലക്ഷണം എന്നുള്ളത് എടുത്താൽ മതി. അപ്പം ശ്വാസോച്ഛ്വാസം എന്നുള്ളതാണ് ഈ പ്രാണാപാനന്മാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ആ മാതിരി, അതാണ് ഈ പൃഥക് ചേഷ്ടാഹ. അപ്പോൾ അത് ദേഹത്തിലുണ്ട് എന്നുള്ള പ്രാണാപാനന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ നമുക്ക് ഈ പല നമ്മുടെ പ്രശ്നങ്ങളും വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രാണാപാനന്മാർക്ക് തമ്മിലുണ്ടാകുന്ന, പ്രാണാപാനന്മാർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാവുന്ന തരത്തിൽ ദേഹം നിന്നാൽ മൊത്തത്തിൽ സുഖം എന്ന് പറയും. അതിന് പറ്റാത്ത തരത്തിൽ ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ദേഹത്തെ തിരുത്തണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേണ്ട വിധത്തിൽ നമുക്ക് ഈ പ്രാണാപാനന്മാരുടെ ദേഹത്തിൽ അങ്ങോട്ട് വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, ദേഹത്തിനെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രാണാപാനന്മാരെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രാണായാമം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒന്നുകിൽ ഇവിടെ ശരിയാക്കുക, അതോടുകൂടിയിട്ട് മറ്റൊരാൾ ശരിയാകും, അല്ലെങ്കിൽ അവിടെ ശരിയാക്കുക, അതിനോടൊപ്പം തന്നെ ഇവിടെ ശരിയാകും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മൾ യോഗ എന്നൊക്കെ പറയത്തില്ലേ,
അപ്പോൾ അതിനെന്താ സ്ഥൂല ശരീരവും നമ്മൾ നോക്കുന്നു, സൂക്ഷ്മ ശരീരവും നോക്കുന്നു. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഈ പ്രാണാപാനന്മാരും ഒക്കെ കൊണ്ട് തന്നെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അത് വേറെ ഇതിനകത്തൊന്നും പുറത്തുനിന്നൊന്നും വേറെ വരാനില്ല. ഇതാണാവോ എൻ്റെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തലചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പ്രാണനും അപാനും ഉദാനും പിന്നെ ഈ ശ്രോത്രേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്നാണ് സൂക്ഷ്മ ശരീരം. അതാണ്, അല്ലാതെ വേറെ ഇതിനകത്തുനിന്ന് ഈ പറഞ്ഞതൊന്നും അല്ലാതെ പുതിയ വേറെ സൂക്ഷ്മ ശരീരമില്ല. കാരണം ഇതൊക്കെ നമ്മൾ വേദാന്തം എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എന്തോ അറിയപ്പെടാത്തത് ഇങ്ങനെ എന്താണ് ഈ എന്താണ് വിക്രമാദിത്യ കഥയിലെ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുണ്ടല്ലോ, ഒരു എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് പോകുന്നത്, ഇങ്ങനെ വാലിങ്ങനെ നീണ്ടിട്ട് തലയാണ് എല്ലാം മൊത്തത്തിൽ വെള്ള നിറത്തിലൊക്കെ ആയിട്ടൊരു ഒരു രൂപത്തെ ഇങ്ങനെ കാണിക്കരുത്. എന്താണ് ഈ വാൽമാക്രി പോലത്തെ ഒരു രൂപം നീണ്ട വെള്ള നിറത്തിൽ ഉള്ള. അപ്പോൾ അതാണ് സൂക്ഷ്മശരീരം എന്ന് ഉള്ള രീതിയിൽ അങ്ങനെയൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. സൂക്ഷ്മശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ കൊണ്ടുള്ളത്. പക്ഷെ സ്ഥൂല ശരീരം അല്ല. ഇതും കൂടെ അർത്ഥമാണ്, രണ്ടും കൂടെ നോക്കിയാൽ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളുടെ പോക്ക്. അധിഷ്ഠാനം തഥാകർ. കാരണം നമ്മളെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നമുക്ക് ബുദ്ധിമുട്ട് അത്രയും കുറച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട. അപ്പം പൃഥക് ചേഷ്ട എന്ന് പറഞ്ഞാൽ പ്രാണാപാനന്മാർ എന്നുള്ളത്. പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അഞ്ചാമത്തേത് ദൈവം ച. അഞ്ചാമത്തേത് ദൈവമാകുന്നു. ഓ, ദൈവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈശ്വരനാണോ? ഇപ്പം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ്. പക്ഷേ ഏത് ഈശ്വരനാണ്? ഈശ്വരൻ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇന്ദ്രിയങ്ങളും പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ അതാത് ദേവതകൾ വേണം എന്നുള്ളത് നമ്മൾ തത്വബോധത്തിൽ പഠിച്ചില്ലേ? അതാണ് ഇവിടുത്തെ ദൈവം എന്ന് പറഞ്ഞാൽ ചക്ഷുരിന്ദ്രിയത്തിന് ആദിത്യ ഇപ്രകാരം. അതാണ് ദൈവം എന്ന് പറഞ്ഞാൽ. എന്താണ്? കർമ്മത്തിന് കരണം വേണം, കരണത്തെ പ്രകാശിക്കാൻ ദേവത വേണം, കർത്താവ് വേണം, ശരീരം വേണം, പ്രാണാപാനാദികൾ വേണം. ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ ശ്ലോകം നമുക്ക് പൂർണ്ണമാകുന്നത്. അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ടാഃ ദൈവം ചൈവാത്ര പഞ്ചമം. ഈ അഞ്ചെണ്ണം കൊണ്ടാണ് ശരീരവാങ് മനോഭിര്യത് കർമ്മ പ്രാരഭത്തെ നരഃ ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവഃ. ശരീര വാങ് മനോഭിരി. ഇപ്പം നമുക്ക് കായേന വചസ മനസ്സ ഇങ്ങനെയാണല്ലോ നമ്മുടെ പ്രയോഗമുണ്ടത്. അതുകൊണ്ടാണ് മനസ്സ് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, നമുക്കൊരു ദുഃഖം നൽകുന്നതായിട്ട് ഫലം നമുക്ക് അനിഷ്ടമായി വരുന്നൊരു ഫലത്തിൻ്റെ മനസ്സിൽ മാത്രം. അതുകൊണ്ട് മനസ്സ എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ പറയത്തില്ലേ വേണ്ടാത്തൊരു വിചാരം വന്നു, അതുകൊണ്ട് വലിയ ഡാമേജൊന്നുമില്ല. കാരണം വിചാരങ്ങൾ വന്നു പോകാനുള്ള സ്ഥലമാണ് മനസ്സ് എന്നുള്ളത്. ചിന്തിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തകരാറല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴാണ് വചസ. വചസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം, നമ്മൾ സാധാരണ ഉള്ള ഒരു പ്രയോഗമാണല്ലോ, നമുക്ക് ഒന്നിനോട് ഇഷ്ടം തോന്നിക്കൂ, അത് മനസ്സിലാണ്. അത് മനസ്സിൽ തന്നെ നിന്ന പ്രശ്നമില്ല. വചസ. രണ്ടാമത്തേതിലേക്ക് നമ്മളത് വാക്കിലൂടെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം വല്ലവരുടെയും വീട് കണ്ടിട്ട് നല്ല വീടാ, എനിക്കത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും വരെ പറഞ്ഞുകൊണ്ടൊന്നും ആകെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് കൊള്ളാമായിരുന്നു എന്ന് പറയുന്നതിനോട് നിന്നെ ഞാൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രത്യേക വചസയാണ് അവിടെ എല്ലാം. അപ്പം വാക്ക് പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ പല വേർഷൻസ് വരാം. അങ്ങനെ വചസ അത് ശരിയായില്ല എങ്കിൽ തകരാറ് വരും. അപ്പം ചിന്തിച്ചു എന്നതുകൊണ്ട് മാത്രം ഇവിടെ ആരും വന്നിട്ട് കേസ് ഉണ്ടാകത്തില്ല, വ്യവഹാരത്തിൽ കേസ് ഉണ്ടാകത്തില്ല. നമുക്ക് ആധ്യാത്മികതയൊക്കെ വിടുക അല്ലെങ്കിൽ ധർമ്മമൊക്കെ വിടുക, വ്യവഹാരത്തിൽ കേസ് ഉണ്ടാകും. ചിന്തിച്ചു എന്നുണ്ട് ഇഷ്ടം പോലെ നമുക്ക് ചിന്തിക്കും, അതിനെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല.
വചസ്സ വന്നാൽ സൂക്ഷിക്കണം. പിന്നെയോ പിന്നുള്ളത് തനുസ അല്ലേ, തനുസ തനുസ എന്ന് പറഞ്ഞപ്പം വചസ്സ തനുസ ശരീരം കൊണ്ട്. മനസ്സ ആണെങ്കിൽ കുഴപ്പമില്ല, വചസ്സ ആണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പിന്നെ തനുസ തനുസ ശരിയായ വാക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല. തനുസ ശരിയായിട്ടുള്ള വാക്കാണെന്ന് വിചാരിക്കുന്നു. തനുസ ശരീരം കൊണ്ടാണെങ്കിലോ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ആരുടെയെങ്കിലും മേത്ത് കൈവെക്കുക എന്ന് പറയുന്ന സ്ഥിതിയിലാണ് തനുസ എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ കനിഷ്ഠത്തരം കൊണ്ട് എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറഞ്ഞാൽ പേപ്പർ തിരുത്തിയിട്ട് സ്ഥലം നമ്മുടെ പേരിലേക്കാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കത്തി കാണിച്ചുകൊണ്ട് ബലമായിട്ട് ഒപ്പിടിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പം തനുസ മനസ്സല്ല തനുസ ശരീരം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അതൊക്കെ അറിഞ്ഞ് വേണം ചെയ്യാനെന്നുള്ളത്. ശരീരവാങ് മനോഭിർ യത് കർമ്മ. അപ്പോൾ ഈ പറഞ്ഞ ശരീരം, വാക്ക്, മനസ്സ്, യത് കർമ്മ യാതൊരു കർമ്മം പ്രാരംഭത്തെ നരഹ യാതൊരുവൻ ചെയ്യുന്നുവോ, ന്യായം വാ വിപരീതം വാ, അത് ന്യായമാണെങ്കിലോ അല്ലെങ്കിൽ വിപരീതമാണെങ്കിലും പറഞ്ഞല്ലോ, അത് സത്കർമ്മമാണെന്നുണ്ട് ന്യായം, സത്കർമ്മം എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ളതാണെങ്കിലും ശരി, വിപരീതം അന്യായമായിട്ടുള്ളതാണെങ്കിലും ശരി, ന്യായം എന്നുള്ളതാണ് ഡബിൾ യകാര നമുക്കവിടെ കാണാം. ന്യായം വാ വിപരീതം വാ പഞ്ചൈതേ തസ്യ ഹേതവ. അങ്ങനെ രണ്ടു തരത്തിലായി കഴിഞ്ഞാലും ഈ 5 തന്നെയാണ് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്യായം ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് ഒരു കാരണം ദൈവമാണ് എന്ന് പറയുന്നത് ഇപ്രകാരമെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുമല്ലോ, കുറ്റം ചെയ്യുമ്പോൾ ദൈവം അത് തടയണ്ടേ. അപ്പോൾ ആ ദൈവത്തിൻ്റെ സ്റ്റാറ്റസ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ സ്വഭാവത്തോട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്ന് സാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ നമഃ. ഹരി ഓം.